ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു ഫ്രൈഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീക്കെൻഡിൽ ഫ്രൈഡേ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും കേട്ടോ. കാരണം ഫ്രൈഡേ ഡ്യൂട്ടി ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു സാൻഡ്വിച്ച് ആട്ടോ മോർണിംഗ് തന്നെ ഉണ്ടാക്കിയത്. ഇതിനായിട്ട് കുറച്ച് ക്യാബേജ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് വെജിറ്റബിൾസേക്ക് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. കാരണം ഇതിലേക്ക് മയോണൈസ് മിക്സ് ആക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് മയോണൈസും കൂടെ ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ മോർണിംഗ് തന്നെ ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കാരണം വെറുതെ എന്തായാലും വെജിറ്റബിൾസ് നമ്മൾ കഴിക്കലുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിനി ബ്രെഡിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ബ്രെഡിൻ്റെ മുകളിൽ നല്ലോണം പ്രസ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറെ ഒരു ബ്രെഡും കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് ടോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോസ്റ്റ് ചെയ്യുക. അപ്പോൾ തൽക്കാലം ഞാൻ ടോസ്റ്റ് ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ എടുക്കുന്നത് കേട്ടോ. മോർണിംഗൊക്കെ ഇതേപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഞാനത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ ആക്കുകയെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കൂട്ടാ. കാരണം ഇതിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾസ് ഉണ്ട് എന്ന് തന്നെ അറിയില്ല, കാരണം മയോണൈസ് മിക്സ് ആക്കിയ കാരണം. ഇനിയിപ്പോൾ ഇതാ ഉച്ചക്ക് ഗീ റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനത്തെ ബസ്മതി റൈസാണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത്. ആദ്യമൊക്കെ ചെറിയ ജീരകശാല അരി അങ്ങനത്തെ കേട്ടോ എടുത്തിരുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ബസ്മതി റൈസ് ഇട്ട് വെച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാനത് അരി കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഗീ റൈസ് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നെയ്യില്ല കേട്ടോ. അപ്പോൾ താഴത്ത് ഇതേപോലെ ഒരു ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. തൊട്ട അടിയിൽ തന്നെയാണ് കേട്ടോ, നടക്കാവുന്ന ദൂരം തന്നെ ഉള്ളൂ. അപ്പോൾ ഇതാ ഞങ്ങൾ വാങ്ങിക്കാൻ പോവാണ്. പിന്നെ പാല് വേണം കേട്ടോ. മോർണിംഗ് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ മറന്നു പോയതാണ്. പിന്നെ ഇക്കാട് പറഞ്ഞപ്പോൾ ഇക്ക വാങ്ങിച്ചു കൊടുക്കുന്നില്ല കേട്ടോ, പള്ളിയിൽ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം എന്നാൽ പിന്നെ ഗീ ഇല്ലാണ്ട് എന്തായാലും നെയ്ച്ചോറ് വെക്കൽ നടക്കില്ല. അപ്പോൾ പിന്നെ താഴെ പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. ഇതേപോലെ ഒരു ചെറിയ ഷോപ്പാണ് കേട്ടോ. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വാങ്ങിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാം. ഇതെന്തായാലും നല്ല ഉപകാരമാണ് കേട്ടോ. എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ മറന്നു പോയി വാങ്ങിക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് വാങ്ങിക്കാൻ പറ്റുന്നൊരു ഷോപ്പാണ്. അപ്പോൾ ഇതാ ഗീ വാങ്ങിക്കുന്നുണ്ട്. കുറച്ച് വലുത് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എപ്പോഴും വാങ്ങിക്കണ്ടല്ലോ, കാരണം എപ്പോൾ പോയാലും വാങ്ങിക്കാൻ മറക്കുന്ന ഒരു സാധനമാണത്. കാരണം ഞാൻ ചെറിയ ബോട്ടിലാട്ടോ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരും അത്. ഇനിയിപ്പോൾ വലിയ ബോട്ടിൽ എന്തായാലും വലിയ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കണം. ഇപ്പോൾ തൽക്കാലം ഇങ്ങനത്തെ ഒന്നും എടുത്തിട്ടുണ്ട്. പിന്നെ പാലെടുത്തിട്ടുണ്ട്. പിന്നെ അതാ മോന് എനിക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടാ. നോക്കുമ്പോൾ ഡോറ് ലോക്കാക്കിയിട്ട് അവർ പള്ളിയിൽ പോയിക്കുന്നു. ചാവി ആണെങ്കിൽ എന്ന് വെക്കുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ ചാവി കാണുന്നില്ല. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം പോസ്റ്റായി നോക്കുമ്പോൾ അവർ ഡോറിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളത് കണ്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് നോക്കിയപ്പോഴാണ് അത് കണ്ടത്. അങ്ങനെ ഇതാ കുറച്ച് സമയം അവിടെ തന്നെ ഇരുന്നിട്ട് അങ്ങനെ കളഞ്ഞു പോയിട്ടാ. എന്നിട്ട് ഇതാ ഡോറൊക്കെ തുറന്ന് ഉള്ളിൽ കയറി. ഇനിയിപ്പോൾ ഇതാ ഗീ റൈസ് ഉണ്ടാക്കണം. ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യും അതേപോലെ സൺഫ്ലവർ ഓയിലും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്കൊരു സവോള കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഗീ റൈസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒന്ന് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഇതാ പട്ട, ഗ്രാമ്പു, ഏലക്ക അതുപോലെ ഒരു ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഓരോരുത്തരുണ്ടാക്കുന്ന സ്റ്റൈൽ വേറെ വേറെ ആവുമല്ലോ. എല്ലാവരും ഒരേപോലെ ഒരേ സ്റ്റൈലിലാവില്ലല്ലോ ഉണ്ടാക്കുക. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈൽ ഇങ്ങനെയാണ്. ഗീ റൈസിൽ പ്രത്യേകിച്ച് ഞാൻ വേറെ ഒന്നും അങ്ങനെ ആഡ് ചെയ്യാറൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തത്. ഇതിലേക്ക് ഒരു 5.5 കപ്പ് വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് 6 കപ്പിന് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റൈസ് വേവ് കൂടി പോകട്ടെ. അപ്പോൾ അതുകൊണ്ട് ഒരു 5.5 കപ്പ് എടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ അത് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, മല്ലിയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിലേക്ക് കാഷ്യൂസ്, കിസ്മിസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഞാൻ അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു ലെമണും
ഒന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കുക. ഈ ലെമൺ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് ഇങ്ങനെ വേറിട്ട് നിൽക്കാനാണ് കേട്ടോ, ഒട്ടി പിടിച്ച് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലെമൺ ഇല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ അതാ ഇതിലേക്ക് കഴുകി വാർത്ത് വെച്ചിട്ടുള്ളത് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. റൈസ് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെക്കുക കേട്ടോ. ഏകദേശം ഒരു 15-20 മിനിറ്റൊക്കെ മതിയാവും ഇത് വേവാൻ. ഇപ്പോൾ നല്ലോണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ടെങ്കിൽ അടിയിൽ കുറച്ച് വെള്ളം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഇതാ ഞാനൊരു പായസം ഉണ്ടാക്കാനായിട്ട് നമ്മളെ പാലട ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കാനായിട്ട് പാലട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ച് വെക്കുക കേട്ടോ. നമ്മൾ എപ്പോഴാണോ ഉണ്ടാക്കുന്നത് അപ്പോൾ എടുത്താൽ മതി. അടച്ച് വെക്കുക. പിന്നെ ഒരു സലാഡ് ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് വെജിറ്റബിൾസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതായിട്ടൊരു സലാഡ് ഉണ്ടാക്കാൻ വിചാരിച്ച്. ഇതാ ക്യാബേജ്, ക്യാരറ്റ്, ഒരു പകുതി ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ, സവോള അതും കൂടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ലെമണും കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെ ആക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും നന്നായിട്ട് കഴിക്കൂട്ടോ. അപ്പോൾ അത് നമ്മൾ ചോറ് പിന്നെ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ബീഫ് കറി ഉണ്ടാക്കുന്നത്. എല്ലാതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ ലോങ് ആയിപ്പോവും വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ഗീ റൈസ് ഉണ്ടാക്കുന്നത് മാത്രമേ കാണിച്ചുള്ളൂ. ഇനിയിപ്പോൾ അത് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. നല്ല ബീഫ് കറി, അതുപോലെ നെയ്ച്ചോറ്, പിന്നെ കുറച്ച് സലാഡ്, അച്ചാർ, പപ്പടം ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബീഫ് അങ്ങനെ കഴിക്കില്ല കേട്ടോ, അപ്പോൾ കുറച്ച് കറി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാ ഫുഡ് കഴിക്കാമെന്ന്. ഇനിയിപ്പോൾ ഇതാ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ പാലട ഉണ്ടാക്കുന്നത്. കാരണം സമയം കിട്ടിയില്ല. നേരത്തെ ഷോപ്പിലൊക്കെ പോയതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ കുളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കുമ്പോഴേക്കും ലേറ്റായി. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പാലട ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 1 ലിറ്ററിൽ ഒരു 3/4 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആദ്യം ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ചത്, അപ്പോൾ അത് നല്ല തിക്കായി തോന്നിയപ്പോൾ 1 കപ്പും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം കൂടുതലാണെന്ന് വെച്ചെങ്കിൽ കൂടുതൽ ഇതാക്കി കൊടുക്കുക. ഓരോരുത്തർക്ക് മധുരം ചിലപ്പോൾ കുറവ് മതിയായിരിക്കും, ചിലപ്പോൾ കൂടുതൽ മതിയായിരിക്കും അല്ലേ. അപ്പോൾ ഞാനിതാ ആവശ്യത്തിന് മധുരം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് ഏലക്കയും അതുപോലെ ചുക്ക് വേണം, അതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിലേക്കൊരു ചുക്കിൻ്റെ പീസും അതുപോലെ 3-4 ഏലക്കയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് നേരെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ പാലട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൈയെടുക്കാതെ മിക്സാക്കി കൊടുക്കണം കേട്ടോ. കയ്യിൽ തീരെ എന്താ പറയുക, ഇതിന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാരണം ഇതിങ്ങനെ പാലിൻ്റെ പാട മുകളിൽ വരാത്ത രീതിയിൽ ഇങ്ങനെ മിക്സാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ അടയും പാലും കൂടെ വേറിട്ടിട്ടാവും നിൽക്കുക. ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അട താഴത്തും പാല് മുകളിലും അങ്ങനെ വന്നിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നിൽക്കാണ്ടിരിക്കാനുള്ളൊരു ടിപ്പാണ് കൈ എടുക്കാതെ ഇളക്കി കൊണ്ടെടുക്കുക. ഇനിയിപ്പോൾ അതായി പാലടക്ക് ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഷുഗറൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ കാരമലൈസ് ചെയ്ത ഷുഗർ നേരെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ അട പാല് മിക്സ് ആക്കിയില്ല, അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കാഷ്യൂസും കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ആഡ് ചെയ്തിട്ട് അത് വീഡിയോയിൽ പെട്ടില്ല, മിസ്സായിപ്പോയി. ഇനി ലാസ്റ്റ് ഇതാ അത് അട നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. വെന്ത് വന്നിട്ടുണ്ട്. അധികം സമയമൊന്നും വേണ്ടി വരില്ല, കാരണം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതല്ലേ. അതിന് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ പാലട റെഡി. ഇനിയിപ്പോൾ അതാ അതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ പുറത്ത് പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസൊക്കെ ആണ് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇങ്ങനെ ഓരോ ഷേപ്പിൽ ഇയാൾ ഇങ്ങനെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അത്
ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ ഒറിജിനലാണെന്ന് തോന്നും. പക്ഷേ ഇതിങ്ങനെ പേപ്പർ വെച്ചിട്ട് ഉള്ളിൽ ഇങ്ങനെ ആക്കിയിട്ടുള്ളത് ഇയാൾ തന്നെയാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാ ഒരു ചെറിയ എക്സിബിഷൻ പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കണ്ട് അങ്ങനെ നിന്നിട്ടാ. Coca-Cola manja. Shoes. Yes, the shoes. Ooh. For clarity. Now next one. So satisfying. വായതൊർക്കണി മറ്റേ വായതൊർക്കണി അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ. Thank you guys.